SFIയിലെ കുട്ടികൾക്ക് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് പ്രതിഷേധം നടത്താമെന്നും റോഡിലേക്ക് ഇറങ്ങാതെ, അതായത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പ്രതിഷേധം നടത്താൻ കഴിയുമെന്നും തെളിയിച്ച ദിവസമാണ് കഴിഞ്ഞ ദിവസം. ഗവർണർക്കൊപ്പം ഗവർണറുടെ സെക്യൂരിറ്റി ആയിട്ട് CRPFനെ കണ്ടതോടുകൂടി SFI കുട്ടികൾ വളരെ മര്യാദരാമന്മാരായി മര്യാദയ്ക്ക് പ്രതിഷേധിക്കാൻ പഠിച്ചു. ഏറ്റവും രസകരമായ കാര്യം, കൊച്ചിയിൽ ഗവർണർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂക്കിൽ വലിച്ചു കയറ്റും എന്ന് പറഞ്ഞ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയെ ഗവർണർ വന്ന ദിവസം പോയിട്ട് അതിന്റെ തലേ ദിവസവും പിറ്റേ ദിവസവും കൊച്ചിയിൽ പോയിട്ട് എറണാകുളം ജില്ലയിൽ തന്നെ കണ്ടില്ല, മഷിയിട്ട് നോക്കിയിട്ട് കണ്ടില്ല എന്നതാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ഗവർണർ കൊച്ചിയിലെത്തുന്നത്, കോസ്റ്റ് ഗാർഡിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും കൂടി. അങ്ങനെ എത്തിയ ഗവർണറെ റോഡിന്റെ സൈഡിൽ മര്യാദയ്ക്ക് നിന്നുകൊണ്ട് ഏതാനും പേർ, ഒരു 10ഓളം പേർ ചേർന്ന് പ്രതിഷേധിച്ചു. ഗവർണർ കടന്നു പോകുന്ന സമയത്ത് മാന്യമായി ഓരത്തിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചും കരിങ്കൊടി കാണിച്ചും പ്രതിഷേധിച്ച അവർ ഗവർണർ കടന്നുപോയ പാടെ അവരുടെ വർദ്ധിത വീര്യം എടുത്തുകൊണ്ട് റോഡിലേക്ക് ചാടി, അല്ലെങ്കിൽ ചാടാൻ പോകുന്നു എന്ന രീതിയിൽ ഭാവിച്ചുകൊണ്ട് അവിടെ ജഗപുക കാണിക്കുകയും ചെയ്തു. ഈ സമയത്ത് 1-2 പോലീസുകാർ വന്ന് ചാടല്ലേ മക്കളെ എന്ന രീതിയിൽ പിടിക്കുന്നത് കണ്ടു. എന്നാൽ ഗവർണർ കടന്നു പോകുന്ന സമയത്ത് ഒരൊറ്റ പോലീസുകാരനും ഈ പ്രതിഷേധക്കാരുടെ അടുത്ത് ചെന്നില്ല. കാരണം ഈ പോലീസുകാർ നിലമേൽ സംഭവത്തോടു കൂടി മടുത്തു കഴിഞ്ഞു. അവർ ചാടുന്നെങ്കിൽ ചാടട്ടെ, അവരുടെ കാര്യം നമ്മളിനെ നോക്കണ്ട, CRPF നോക്കിക്കോളും എന്നറിയാവുന്നത് കൊണ്ട് അവർ മാറി നിന്നു. എന്നാൽ ഗവർണർ കടന്നു പോയതിനു ശേഷം അവർ ഓടി വന്നു. ബാക്കിയുള്ള പോലീസുകാർ യമാന്മാർ പിന്നാലെ വരുമല്ലോ, പിന്നാലെ വന്നിട്ട് ഇവർ തടഞ്ഞു നിർത്തുന്നതായി ഭാവിക്കുകയും ചെയ്തു. എന്തൊരു അഭിനയം! ഓസ്കാർ അവാർഡ് കൊടുക്കണം. ഏതായാലും ആ ആവേശ തിരക്കിനിടയിൽ ഗവർണർ എത്തേണ്ടടുത്ത് എത്തി. ബാക്കിയുള്ള പിന്നാലെ വരുന്ന വാഹനങ്ങൾ അവർ കാണാൻ വേണ്ടിയിട്ട് അവർ ചാടി. പക്ഷെ ആ ചാട്ടം അവർ നിയന്ത്രിച്ചു. പക്ഷെ റോഡിന്റെ മഞ്ഞവര കടന്നു പോകാൻ ഒരൊറ്റ SFI പ്രവർത്തകർക്കും കഴിഞ്ഞില്ല, തോന്നിയില്ല എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കണ്ണൂർ വിരുദ്ധ വിഭാഗം, അതായത് ഈ കുട്ടികൾക്ക്, അത് ഈ CPMന്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ SFIയുടെ കുട്ടികൾ അവരെ അറസ്റ്റിലായി അവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി തൊലഞ്ഞു പോകുമെന്നും 1-2 പേരുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ കുടുംബകാര്യത്തിന് വേണ്ടിയിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗം, ആ ഒരു വിഭാഗം കഴിഞ്ഞ ദിവസം SFIയോട് പറഞ്ഞതാണ് ഗവർണർക്കെതിരെ യാതൊരു വിധത്തിലുള്ള യുദ്ധത്തിന് പോകണ്ട, സമരം നിർത്തിക്കോളൂ എന്ന്. അതായത് പിണറായി വിരുദ്ധ CPM വിഭാഗം SFIക്ക് താക്കീതുമായി വന്നു. കാരണം നിലമേലിൽ വെച്ച് ഏതാണ്ട് 10-12ഓളം കുട്ടികളെ 124 പ്രകാരം അകത്താക്കുമ്പോൾ അവരുടെ ജീവിതം പോകുന്നത് കണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ CPM നേതാക്കളെ സമീപിക്കുന്നതും എല്ലാം അവർ അറിയുന്നതാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മറുഭാഗത്ത് ഗവർണറാണ്. ഗവർണർ കനിഞ്ഞുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകണ്ട, അത് പോട്ടെ എന്ന നിലയിൽ അദ്ദേഹം നിലപാട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ, അതായത് ഗവർണർ കനിഞ്ഞാൽ മാത്രമേ ആ കുട്ടികൾക്ക് രക്ഷയുള്ളൂ. ഇത്തരത്തിൽ കാര്യങ്ങൾ പോയാൽ അപകടമാണ് എന്നറിയാവുന്ന പിണറായി വിരുദ്ധ CPM വിഭാഗം SFIക്ക് കനത്ത താക്കീതാണ് അന്നേ ദിവസം രാത്രി കൊടുത്തത്, നിർത്തിക്കോന്ന്. അത്തരത്തിലുള്ള താക്കീതും ഗവർണറോടുള്ള അവരുടെ അഭ്യർത്ഥനയും ഒക്കെയാണ് പിന്നീട് അത് ലഘുവായി, ആ പ്രശ്നം ലഘുവായി പോയതും കുട്ടികൾ ജാമ്യത്തിൽ ഇറങ്ങിയതും. അതൊരു ആശ്വാസമാണ്. പക്ഷേ അഴിമതിയിൽ നിന്നും വിലക്കയറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിണറായി വിഭാഗത്തിന്, അതായത് കണ്ണൂർ വിഭാഗത്തിന് ഈ കുട്ടികളെ രംഗത്തിറക്കാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഈ കണ്ണൂർ ലോബി വീണ്ടും ഈ SFI കുട്ടികളെ, അവരുടെ ജീവിതം തൊലഞ്ഞാലും വേണ്ടില്ല, അവരുടെ ഭാവി കുളം തോണ്ടിയാലും വേണ്ടില്ല, അവരുടെ വിദ്യാഭ്യാസം തകർന്നാലും വേണ്ടില്ല, അവരുടെ കുടുംബാംഗങ്ങളുടെ എതിർപ്പ് വന്നാലും വേണ്ടില്ല, താനും തൻ്റെ കുടുംബാംഗങ്ങളും നടത്തിയിട്ടുള്ള അഴിമതി, അതുപോലെ വിലക്കയറ്റം, അതൊക്കെ മാത്രമല്ല ഇനിയിപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരുന്നുണ്ട്. ആ ഇലക്ഷനിൽ ഇതൊക്കെ ചർച്ചയാകാതിരിക്കാനും വേണം. ആ ലോക്സഭാ ഇലക്ഷനിൽ ഇത്തരം കാര്യങ്ങൾ, ഈ അഴിമതിയും ഈ കള്ളപ്പണ ഇടപാടുകളും ഒന്നും ചർച്ചയാകരുത്. അതിന് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ സമൂഹത്തിൽ പൊന്തി നിൽക്കണം, ഉയർന്നു നിൽക്കണം, അത് ചർച്ചയാകണം. മറ്റു വിഷയങ്ങൾ ചർച്ചയാകാൻ പാടില്ല. കാരണഭൂതന്റെ കുടുംബത്തോടൊപ്പമുള്ള കള്ളപ്പണ ഇടപാടുകളും അതുപോലെ അഴിമതിയും ഒക്കെ മറച്ചു പിടിക്കാൻ ഈ SFI കുട്ടികളെ വീണ്ടും കളത്തിലിറക്കി കളിപ്പിച്ച് അവരുടെ ഭാവി കളയാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ CPMന്റെ വലിയൊരു വിഭാഗം ഇഷ്ടപ്പെടുന്നില്ല. കാരണം CPM അനുഭാവികളായ നേതാക്കൾക്കും അവരുടെ അനുഭാവികൾക്കും ഇത് സഹിക്കാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് SFI സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു വിഭാഗം കുട്ടികൾ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായതും രക്ഷിതാക്കൾ, അതുപോലെ ചില പ്രാദേശിക നേതാക്കളെല്ലാം അതിന് പിന്തുണ നൽകിയതും. പക്ഷേ ഇവിടുത്തെ അഴിമതികൾ എക്സാലോജിക്ക് വരെ നീണ്ടു നിൽക്കുന്ന കള്ളപ്പണ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ് ഇടപാടുകളൊക്കെ മറച്ചു പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തോടെ അകത്തു പോകുന്ന അറിയാവുന്നത് കൊണ്ട് മറ്റു മാർഗങ്ങൾ ആലോചിക്കുന്നത് വരെയെങ്കിലും സമരം തുടരാനാണ് കണ്ണൂർ ലോബിയുടെ തീരുമാനം. അതുകൊണ്ടാണ് കണ്ണൂരിലെ നാടകം വീണ്ടും തെരുവിൽ. CPMന്റെ വലിയൊരു ഭാഗം SFIയോട് സമരത്തിന് ഇറങ്ങരുത്, ഗവർണറോട് യുദ്ധത്തിന് ഇറങ്ങി ഇനി ജീവൻ കളഞ്ഞ് രക്തസാക്ഷിയാകാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോഴും ചെറിയൊരു വിഭാഗത്തെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.